ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ ഷെഡ് ആക്രമിച്ചു. 301 കോളനിക്ക് സമീപം വയൽപ്പറമ്പിൽ ഐസക്കിന്റെ ഷെഡാണ് ആക്രമിച്ചത്. ഭീതിയിലാണ് ഇടുക്കിയിലെ ജനങ്ങൾ. കൂടി നമ്മൾ ജീവിക്കാനുള്ള ഭയത്തോടുകൂടി. കാരണം എപ്പോഴാണ് ആള് വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു അറിവുമില്ല. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇനിയിപ്പം എന്താ അതിന് പ്രതിവിധി എന്ന് ചോദിച്ചാൽ അതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും എല്ലാവരും കൂടി ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ജോസലിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. ജോസൽ, സ്വാഭാവികമായും ഇടുക്കിയിലെ ജനങ്ങൾ ഭീതിയിലായിരിക്കും, ആശങ്കയിലായിരിക്കും. കാരണം തുടർച്ചയായി ഇപ്പോൾ കാട്ടാന ആക്രമണം വർദ്ധിച്ചു വരുന്നു. ചിന്നക്കനാലിലും അതുപോലെ തന്നെ മൂന്നാറിലും സിംഗണ്ടത്തൊക്കെയായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, വീടുകൾ നശിപ്പിക്കുന്ന സാഹചര്യം. ഇപ്പോൾ എന്താണ് ഉണ്ടായത്? കീർത്തി, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ മേഖലയിൽ, ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം വരികയാണ്. ചക്കക്കൊമ്പനും മുറിവാലും തുടങ്ങിയ ആനകൾ ഈ പ്രദേശത്ത് നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് കൂനമാക്കൽ മനോജ് മാത്യു എന്ന ആളുടെ വീട് കാട്ടാനെ ആക്രമിച്ച് തകർത്തത്. ഇന്ന് ഇപ്പോൾ ചിന്നക്കനാലിൽ 301 കോളനിക്ക് സമീപം വയൽപ്പറമ്പിൽ ഐസക്കിന്റെ ഒരു ഷെഡാണ് ചക്കക്കൊമ്പൻ ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഈ മേഖലയിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ചില പ്രദേശങ്ങളിൽ കാട്ടുപോത്ത് ഇറങ്ങി ശല്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയുണ്ട്. കുരങ്ങുകൾ മനുഷ്യന് ശല്യമായി മാറുന്ന അവസ്ഥ. പെരുമ്പാമ്പ് ഇറങ്ങി. വേനൽ കടുത്തതോടുകൂടി, ജലദൗർലഭ്യം കടുത്തതോടുകൂടിയാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വെള്ളം തേടിയും തീറ്റ തേടിയും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങി. അത് ജനങ്ങളെ ഗുരുതരമായി അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കാര്യത്തിൽ ഇപ്പോൾ പടയപ്പയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ ഈ ചിന്നക്കനാൽ മേഖലയിലും നിരന്തരമായി ചക്കക്കൊമ്പനും അതുപോലെ തന്നെ ഈ മുറിവാലിനും ഒക്കെ ഇറങ്ങി ശല്യം ചെയ്യുന്ന ചിന്നക്കനാൽ മേഖലയിലും വേണ്ട ഈ നിരീക്ഷിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും ആ നിരീക്ഷിക്കുന്ന RRT ടീമിന് കൂടുതൽ സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്നുമാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കീർത്തി. ജോസലാണ് ആ വിവരങ്ങൾ.